ടോക്കിയോ നഗരത്തിൽ നിർത്താതെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ മഴ നിർത്തുവാനെക്കൊണ്ട് സ്വന്തം നാടിനെ രക്ഷിക്കുവാൻ വേണ്ടി ബലിയാടാകുവാൻ തയ്യാറായിക്കൊണ്ടുള്ള നായികയും, എന്നാൽ സ്വന്തം പ്രണയിനിക്ക് വേണ്ടി ഒരു നാടിനെ പോലും ബലിയാടാക്കുവാൻ തുനിഞ്ഞുകൊണ്ടുള്ള നായകനും. 2019 മക്കോട്ടോ സിൻഗായിയുടെ ഡയറക്ഷനിൽ പുറത്തുവന്ന അതിമനോഹര പ്രണയകാവ്യം വെതറിംഗ് വിത്ത് യു ഇന്ന് നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്ന സിനിമ. സ്വന്തം പ്രണയത്തിന് വേണ്ടി ഒരാൾ ഏതറ്റം വരെ പോകുമെന്ന് നമുക്ക് കാണിച്ചു തന്ന ഈ ഒരു സിനിമ കാണുമ്പോൾ ചിലർക്കെങ്കിലും ബാലശ്യമായ ഒരു പ്രണയത്തിന് വേണ്ടി ഒരു നഗരത്തെ ബലിയാടാക്കി എന്ന് തോന്നിപ്പോകാം. എങ്കിലും അവരുടെ പ്രണയം അവർക്ക് വലുതായിരുന്നു. ഒരു 16 വയസ്സുകാരന്റെ പ്രണയം എന്ന് പറഞ്ഞ് നമുക്കതിനെ തള്ളിക്കളയാൻ പറ്റില്ല. കാരണം അവന്റെ പ്രണയം അവനെന്നും വിലപ്പെട്ടതാണ്. സ്വന്തം പ്രണയിനിയുടെ ജീവൻ മറ്റെന്തിനേക്കാളും അവന് വലുതായിരുന്നു. ഈ സിനിമയുടെ കഥ തുടങ്ങുന്നത് സ്വന്തം നാടിനെ ഉപേക്ഷിച്ച് ടോക്കിയോ എന്ന നഗരത്തിലേക്ക് വരുന്ന നായകനിൽ നിന്നുമാണ്. ആ നഗരത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന നായകന് പിന്നീട് അവിടെ വെച്ച് നമ്മുടെ നായികയെ കണ്ടുമുട്ടുകയും, ഈ സിനിമയിലെ നായികയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. നായികയെ സൂര്യപ്പെണ്ണ് എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. നായിക പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇപ്പോഴത്തെ അവസ്ഥയിൽ ടോക്കിയോ നഗരത്തിൽ സൂര്യപ്രകാശം വരികയുള്ളൂ. ഒടുക്കം ആ ഒരു പ്രാർത്ഥന നായികയുടെ ജീവന് തന്നെ ഭീഷണിയാകുകയും നായിക സ്വന്തം ജീവൻ ടോക്കിയോ നഗരത്തിന് വേണ്ടി അർപ്പിക്കുകയും, എന്നാൽ അത് നമ്മുടെ നായകനൊട്ടും തന്നെ സഹിക്കാൻ പറ്റാതെ സ്വന്തം പ്രണയിനിക്ക് വേണ്ടി ഏതറ്റം വരെ പോകുമെന്നും കാണിച്ചു തന്ന സിനിമ. ഈ ഒരു സിനിമയിലെ ക്യാരക്ടേഴ്സിന്റെ എക്സ്പ്രഷൻ എത്ര മനോഹരമായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അത് ഓരോന്നും നമ്മുടെ പ്രേക്ഷകരുടെ മനസ്സിൽ തറച്ചു പോകും. ഈ ഒരു സിനിമ ഇതിനോടകം തന്നെ ഒട്ടുമിക്ക ആളുകളും കണ്ടിരിക്കണം. എങ്കിലും ഇനിയും കാണാതെ പോകുന്ന കുറച്ചു പേരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു സിനിമ ഉറപ്പായും കാണുക. അത്രയ്ക്ക് മനോഹരമായിട്ടാണ് ഇതിലെ പ്രണയം അവർ കാഴ്ചവെച്ചിരിക്കുന്നത്. പ്രണയം മാത്രമല്ല, ഇതിലെ ഓരോ കാഴ്ചകളും ഓരോ ക്യാരക്ടേഴ്സും സീൻ ബൈ സീൻ അത്രയ്ക്ക് മനോഹരമാണ്. ഈ സിനിമ കണ്ടിട്ടുള്ളവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറയുക. അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി.